പി.വി. അൻവർ എം.എൽ.എയുടെ UDF പ്രവേശനത്തിൽ എതിർപ്പ് പരസ്യമാക്കി കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൗക്കത്ത്. DF ഓഫീസിൽ കയറി ബഹളമുണ്ടാക്കിയതിൻ്റെ പേരിൽ അൻവറിനെ UDFിൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. UDFിലെ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകുന്നതിന് കോൺഗ്രസിൻ്റെ അനുവാദം വേണ്ടെന്നും ആര്യാടൻ ഷൗക്കത്ത് 24നോട്. KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് 24നൊപ്പം ഇപ്പോൾ ചേരുകയാണ്. ഈ മലയോര മേഖലയുടെ ഒരു പ്രശ്നമടക്കം പറഞ്ഞുകൊണ്ട് പി.വി. അൻവർ UDFിലേക്ക് വരുന്നത് സംബന്ധിച്ച് സജീവമായ ചർച്ചകൾ നടക്കുകയാണ്. UDFിലേക്ക് വരുന്നോ എടുക്കുന്നോ എന്നുള്ളത് UDF ആണ് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത്. അത് ആ സമയത്ത് നമ്മളോടൊക്കെ ആലോചിക്കും, നമ്മളോടൊക്കെ അന്വേഷിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് നേതാക്കന്മാർ വളരെ ആഴത്തിലുള്ള ചർച്ചകൾക്ക് നടത്തിയതിന് ശേഷമായിരിക്കും തീരുമാനമെടുക്കുക. ഈ കഴിഞ്ഞ 9 വർഷമായി ഞങ്ങളിവിടെ വലിയൊരു പോരാട്ടത്തിൻ്റെ വക്കിലാണ്. ഇവിടെ കർഷകരെ ഈ വന്യമൃഗ ശല്യം, നിരവധി ആളുകളാണ് നിലമ്പൂർ മേഖലയിൽ കാട്ടാനാക്രമണത്തിൽ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അവർക്ക് പ്രഖ്യാപിച്ച തുക പോലും ഇതുവരെ സർക്കാർ കൊടുത്തിട്ടില്ല എന്നതാണ് അവസ്ഥ. അതൊരു ഭാഗത്ത് നിൽക്കുക. അതിലൊന്നും ഇതുവരെ വലിയൊരു പ്രതികരണം അൻവറിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടിട്ടില്ല. ഒരു ഞായറാഴ്ച ദിവസമാണ് കടന്നുപോയത്, ഓഫീസില്ലാത്ത ദിവസമാണ് ഓഫീസിലേക്ക് കയറിപ്പോയത് എന്ന് വിചാരിച്ച് അതിന് മോശമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ അത് കുറച്ചും കൂടി ഒരു വർക്കിംഗ് ഡേയിലാകാമായിരുന്നു. ഒരു പ്രതിഷേധമൊക്കെ നടത്തുമ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെയാണ് നടത്താറ്. അപ്പോൾ ഇപ്പോഴെങ്കിലും അൻവർ കണ്ണ് തുറന്നതിൽ കുഴപ്പമില്ല, അതിന് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. ഓഫീസില്ലാത്ത ഒരു സമയത്താണെങ്കിലും ഓഫീസ് അതിക്രമിച്ച് കയറി അവിടെ ബഹളം ഉണ്ടാക്കി എന്നതിൻ്റെ പേരിൽ ഒരു UDFിലേക്ക് എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അൻവർ അല്പം വൈകിപ്പോയി. എങ്കിലും വൈകിയാണെങ്കിലും ഈ കാര്യങ്ങളിൽ ഓടിക്കൂടാൻ ശ്രമിക്കുന്നത് കുഴപ്പമില്ല. അങ്ങനെ ഓടിക്കൂടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ മന്ത്രിയൊക്കെ ഇവിടെ ആദ്യം ഉണ്ടായിരുന്നല്ലോ. ഈ മന്ത്രിയും ഈ ഗവൺമെൻറ്റും ഒന്നും ഇപ്പോൾ ഇന്ന് വന്നതല്ലല്ലോ, ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ 9 വർഷമായി കർഷകരുടെ വേട്ടയാടിയപ്പോൾ ആദിവാസികളെ പുനരധിവസിപ്പിക്കാത്ത നിലമ്പൂരിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത ഈ അവസ്ഥയുള്ള നിലമ്പൂരിൽ ഇപ്പോൾ പി.വി. അൻവർ ഇവർക്ക് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നു എന്നത് ഒരു മോശമായിട്ട് ഞാൻ കാണുന്നില്ല. അത് ഇനിയിപ്പോൾ മോശമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ഒരു പ്രവൃത്തി ദിവസമല്ലാത്ത ദിവസം ഓഫീസിലേക്ക് പോയി അത്തരം കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഒരു വാർത്ത സൃഷ്ടിക്കാൻ പറ്റി. മാത്രമല്ല ഒക്കെ സമ്മതിച്ചു, മന്ത്രി വന്നു, ഒക്കെ ചെയ്തു. 9 വർഷമായിട്ട് എവിടെയായിരുന്നു എന്നൊരു ചോദ്യത്തിന് കൂടി അൻവർ സ്വാഭാവികമായിട്ട് മറുപടി പറഞ്ഞു. UDFിൽ വേറെ ഏതെങ്കിലും കക്ഷിയിലേക്ക് പോകുന്നതിന് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിൻ്റെ അനുവാദം വേണമെന്നുണ്ടാവുമോ? ഇല്ലല്ലോ. പുള്ളി മത്സരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന് ഒരു നോമിനേഷൻ കൊടുത്തവിടെ ആർക്കും എപ്പോഴും മത്സരിക്കാൻ പറ്റും. പക്ഷേ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് UDF തീരുമാനിക്കും. ഹർഷക്കിനൊപ്പം വിപിൻ C. വിജയൻ, 24 മലപ്പുറം. എന്തായാലും പി.വി. അൻവറിൻ്റെ UDF പ്രവേശനം ഘടകകക്ഷികളിലൊക്കെ തന്നെ ചർച്ചയാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ. കോൺഗ്രസിലെ ആര്യാടൻ ഷൗക്കത്തിനും ഒക്കെ തന്നെ ചില അലോസരം ഈ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. കാരണം ഇത്ര കാലവും തങ്ങളുടെ എതിർചേരിയിൽ നിന്ന് പോരാടിയ ഒരാളെ തങ്ങളുടെ ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ബുദ്ധിമുട്ടുമൊക്കെ അവർക്കുണ്ട്. ദീപക് തരമണം കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ദീപക്, ഗുഡ് മോർണിംഗ്. ശരിക്കും പി.വി. അൻവർ എം.എൽ.എ എങ്ങോട്ടും ചേക്കേറാമെന്നുള്ള അവസ്ഥയല്ല. ഇപ്പോൾ UDF ക്യാമ്പിലേക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. പറയൂ വിവരങ്ങൾ. SKN വെരി ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും നാൾ അൻവർ പിണറായി യുദ്ധം, അല്ലെങ്കിൽ അൻവർ P. ശശി യുദ്ധം, അല്ലെങ്കിൽ അൻവർ MR അജിത് കുമാർ യുദ്ധമായിരുന്നു. പക്ഷേ എന്നാൽ അത് ഇപ്പോൾ മാറി അൻവർ ആര്യാടൻ യുദ്ധമായി മാറുന്നു എന്നുള്ളതാണ് വസ്തുത. കാരണം നേരത്തെ തന്നെ ആര്യാടൻ ഷൗക്കത്ത് അടക്കം പറച്ചിലുകൾ ഉണ്ടായിരുന്നു അൻവറിനെ ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ളത്. മാത്രവുമല്ല പല നേതാക്കളോടും, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളോടും ഈ കാര്യം അറിയിക്കുകയും ചെയ്തതാണ്. കാരണം അൻവർ ഇത്രയും കാലം UDFിനെ അത്രയും എതിർത്തിരുന്നു, കോൺഗ്രസ് നേതൃത്വത്തെ അത്രയേറെ എതിർത്തിരുന്നു. നിലമ്പൂരിലാണെങ്കിൽ ഇപ്പോൾ അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ അതാണ് ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ പറയുന്നത്. 9 വർഷവും ഈ കർഷകരും വന്യജീവിയും തമ്മിലുള്ള പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. നിരവധി പേർ മരിച്ചിട്ടുണ്ട്. ആ ഘട്ടങ്ങളിൽ ഒന്നും ഇടപെടാത്ത ഒരാൾ ഇപ്പോൾ കർഷക സ്നേഹവുമായി എത്തിയത് അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നു. മാത്രവുമല്ല ഒരു DFO ഓഫീസിൽ പോയി പ്രതിഷേധം എന്ന പേരിൽ അടച്ചിട്ട ഓഫീസിൽ ബഹളമുണ്ടാക്കിയതിൻ്റെ പേരിൽ UDF പ്രവേശനവും കോൺഗ്രസ് പ്രവേശനവും അനുവദിക്കേണ്ടതില്ല എന്ന നിലപാടാണ് ആര്യാടൻ ഷൗക്കത്ത് പരസ്യമായി തന്നെ 24നോട് പറഞ്ഞത്. മാത്രവുമല്ല ഇത് പരസ്യമായി ഇത്രയും പറയുമ്പോൾ രഹസ്യമായി പാർട്ടി സർക്കിളിൽ കോൺഗ്രസ് നേതൃത്വ തലത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വളരെ കൃത്യമായി അൻവറിനെതിരായ നിലപാടെടുത്തിട്ടുണ്ട്. മാത്രവുമല്ല കോൺഗ്രസിലെ ഒരു വിഭാഗം അൻവറിനെതിരെ രംഗത്ത് വരും ദിവസങ്ങളിൽ വരുമെന്നുള്ളതാണ്. പക്ഷേ എന്നാൽ അൻവർ ലീഗിനെ കയ്യിലെടുത്തിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തി UDF പ്രവേശനത്തിനുള്ള സാധ്യത കൂടുതൽ ഒരുക്കാനുള്ള ശ്രമം അൻവർ നടത്തിയിട്ടുണ്ട്. അൻവർ വലിയ പ്രതീക്ഷയിലുമാണ് UDF ക്യാമ്പിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളത്. പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് കൃത്യമായൊരു ചെക്ക് വെച്ചിരിക്കുകയാണ്. SKN.